കൈലാസനാഥനായ സാക്ഷാൽ മഹാദേവൻ ഒരിക്കൽ നായാട്ടിനായി കരിമല എന്ന വനത്തിലേക്ക് എത്തി. ദേ നോക്കിയേ, ഇന്ന് നമ്മുടെ കാട്ടിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ടല്ലോ. കയ്യില് വില്ലൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടിട്ട് വേട്ടക്കാരനാണെന്ന് തോന്നില്ല. നായാട്ടിനുപരി മഹാദേവനെ ആ വനത്തിലേക്ക് അടുപ്പിച്ചത് കൈലാസം പോലെ പൂർണ്ണമായ ആ കാടിന്റെ സൗന്ദര്യമാണ്. എന്നാൽ ആ വനസൗന്ദര്യത്തിന് മേലെ മറ്റൊന്ന് കാലം കരുതി വെച്ചിരുന്നു. ഈ വന്യതയിൽ ഇത്രയും മനോഹരമായ സംഗീതമോ? ആരാണത്? അങ്ങ് ആ ശബ്ദത്തെയാണോ തിരിയുന്നത്? ആ വനദേവതയുടെ ചിരി കേട്ടാൽ ഏത് വേട്ടക്കാരനും തന്റെ ആയുധം തന്നെ മറന്നുപോകും. എന്താ, മറന്നുപോയോ? സംഗീതത്തിന്റെ പൂർണ്ണതയിലുപരി ആ ശബ്ദം മഹാദേവന്റെ ഹൃദയത്തെ കീഴടക്കിയിരുന്നു. അവൾ ആരെന്ന ചോദ്യം അദ്ദേഹത്തിന്റെ പാദങ്ങളെ യാന്ത്രികമായി ചലിപ്പിച്ചു. ഈ ഗന്ധം, ചന്ദനത്തിന്റെ സുഗന്ധം, അതീവനമാകെ നിറയുന്നു. നീ എവിടെയാണ്? പ്രകൃതിയുടെ സൗന്ദര്യം ആവാഹിച്ചെടുത്ത അങ്കലാവണ്യം. കാറ്റിനൊത്ത് ആ കാർമുടി ചുരുളുകൾ പാറിപ്പറക്കുമ്പോൾ അവിടെ എങ്ങും ചന്ദനത്തിന്റെ സുഗന്ധം വലയടിക്കാൻ തുടങ്ങിയിരുന്നു. നിന്റെ രൂപം ഈ വനത്തേക്കാൾ സുന്ദരമാണ്. ദേവി, അവിടുന്ന് ആരാണ്? വിഷ്ണുമായ ചാത്തന്റെ ഉത്ഭവം. 2ാം ഭാഗത്തിനായി